ദേ ഒരു ചക്ക മണിക്കുട്ടി തരാൻ പറഞ്ഞതാ. കുറെ കാലായി ഈ ചക്കയൊക്കെ കഴിച്ചിട്ട്. മഹേഷിന് മാത്രല്ല ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ചക്ക. ചേച്ചിമ്മ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ? എനിക്ക് അവിടെ കുറെ പണിയുണ്ട്, ഞാൻ നാളെ തന്നെ പോകും. ആരാ ചക്ക ഇട്ടേ? മണിക്കുട്ടി. അതിന് മണിക്കുട്ടിക്ക് ചക്ക ഇടാനൊക്കെ അറിയോ? അറിയാതെ മഹേഷിന് വേണ്ടി മണിക്കുട്ടി പ്ലാവുമ്മ വരെ കയറും. മനസ്സിലിരിപ്പ് കൊള്ളാം. മണിക്കുട്ടിയുടെ ഈ സ്നേഹമൊക്കെ മഹേഷ് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എന്താ വാസേട്ടാ? ഞാൻ ഇപ്പൊ ബാംഗ്ലൂരാണ്. മഹേഷ് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. മഹേഷ് 3 ദിവസം ഹനുമാങ്കാവിലെ ഭജന ഇരിക്കാൻ പോയതാണ്. അല്ല, മഹേഷിനെയും ഒരു പെൺകുട്ടീനെയും ഞാൻ ഇവിടെ വെച്ച് കണ്ടുവല്ലോ. മഹേഷ് പെൺകുട്ടീനെയും കൊണ്ടോ? അത് തോന്നിയതാവും. അല്ലല്ല, ഞാൻ ശരിക്കും കണ്ടതാണല്ലോ. മഹേഷ് എൻ്റെ കുട്ടിയാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ ശരി. അമ്മേ, ഇതാ ഹനുമാൻകാവിലെ പ്രസാദം. എന്താ അവിടുത്തെ തിരക്ക്! എത്ര ആൾക്കാരാ അവിടെ വരുന്നേ! പ്രസാദൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എവിടേക്കാ പോയത്? സത്യം പറയേ. ഞാൻ ബാംഗ്ലൂർ അല്ല, ഹനുമാൻകാവിലേക്ക്. നീ ഒരു കുട്ടിയുടെ കൂടെ ബാംഗ്ലൂര് ചുറ്റിക്കറങ്ങിയായിരുന്നു? ഞാനോ? ഞാൻ ഹനുമാൻ കോവിലേ ചുറ്റിക്കറങ്ങായിരുന്നു. അല്ല, ഭജന ഇരിക്കുന്നു. മഹേഷ്, നീ ഉരുണ്ട് കളിക്കണ്ട. നീ ഒരു കുട്ടിയുടെ കൂടെ ചുറ്റിക്കറങ്ങണത് അമ്മാമ്മൻ കണ്ടിട്ടുണ്ട്. ഓ, ഈ അമ്മാമ്മ എന്തിനാ ബാംഗ്ലൂർക്ക് വന്നേ? അമ്മാമ്മന് വരാൻ കൊണ്ടൊരു സമയം. ഇനി ഞാൻ സത്യം പറയാം, അമ്മ ഞെട്ട റെഡി ആയിക്കോളൂ. എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്. അമ്മ ഞെട്ടണില്ലേ? മഹേഷേ, നിനക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്, അതിന് ഞാനെന്തിനാ ഞെട്ടണത്? എനിക്ക് ആ കുട്ടിയുടെ നമ്പർ താ, ഞാൻ ആ കുട്ടിയുടെ വീട്ടുകാരായിട്ട് സംസാരിക്കാം. അമ്മാമ്മ കാരണം അങ്ങനെ. അത് ശരി. മണിക്കുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞ നീ വിഷമിക്കരുത്. അമ്മായി ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയൂ. അതെ, മഹേഷ് ഒരു കുട്ടിയായിട്ട് പ്രേമത്തിലാ. മഹേഷ് ഏട്ടനോ? അമ്മായി സത്യാണോ? ഈ വിഷമിക്കൊന്നും വേണ്ട, അമ്മായിണ്ട്. അമ്മായിക്ക് അങ്ങനെയൊക്കെ പറയാം, എന്നാലും മഹേഷ് ഏട്ടൻ. നീ പേടിക്കണ്ട, അമ്മായി കോളാക്കിയിട്ട് അങ്ങോട്ട് വരുള്ളൂ. അമ്മായി എങ്ങനെയെങ്കിലും കല്യാണം കൊളാക്കണം, അമ്മായിക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ഏതാണ് ആ പെണ്ണ്? എന്നാലും മഹേഷ് ഏട്ടൻ. ഞാൻ മെമ്പറിനെ നോക്കി നടക്കുകയായിരുന്നു. മെമ്പർ എത്തിയാലോ? എന്താണോ വേണ്ടത്? മെമ്പറിന്റെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം വേണ്ടത്? മെമ്പർ ഉണ്ട് ഇവിടെ. മഹേഷേ ഒരു കുട്ടിയായിട്ട് പ്രേമത്തില. മെമ്പർ അത് എനിക്കൊന്ന് കൊളാക്കി തരണം. ഞാൻ കൊളാക്കി തരാം, പക്ഷെ ചിക്കിളി വേണം. പൈസ എനിക്ക് പ്രശ്നമല്ല, മെമ്പർ കൊളാക്കണം. പൈസ പ്രശ്നമല്ലെങ്കിൽ മെമ്പർ കൊളാക്കി തരും. അത് മതി എനിക്ക്. ഇങ്ങനത്തെ പണി കിട്ടുകയാണെങ്കിൽ മെമ്പർ കാശ് കുറച്ച് ഉണ്ടാക്കും. ആരാ? എന്താ നോക്കണേ? നിങ്ങളെ കുട്ടീനെ കല്യാണം കഴിക്കാൻ പോകുന്ന മഹേഷിന്റെ അവിടുന്ന് വരുന്നത്. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറാ. എന്താ ഈ വഴിക്ക്? നിങ്ങളെ ഈ മഹേഷിനെയും കുടുംബക്കാരും പറ്റി നല്ലോണം അന്വേഷിച്ചിട്ടുണ്ടാ? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയണതല്ല. മഹേഷ് നല്ല വെള്ളടിയാ, സാമ്പത്തികമായിട്ട് ചുക്കൂല്ല. അയ്യോ, ചതിച്ചോ? ഇതൊന്നും എനിക്കിവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവിടുത്തെ ഒരു മെമ്പറായി പോയില്ലേ. സൂക്ഷിച്ചാലും നിനക്ക് കൊള്ളാം, ഒരു പെൺകുട്ടിയുടെ ജീവിതമായി പോയില്ലേ. അപ്പൊ ശരിട്ടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാം. രമ്യ, ഒരു പ്രശ്നമുണ്ട്. എന്ത് വലിയ പ്രശ്നം? മഹേഷിന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. വലിയച്ഛനോട് പറഞ്ഞു മഹേഷ് ഭയങ്കര വെള്ളടിയാന്ന്, അവർക്ക് സാമ്പത്തികവും മോശാ. ശരിയാണോ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ രമ്യ? വല്യമ്മ, ഇനി ഒരു വഴിയുള്ളൂ. ഞാൻ ഒരാഴ്ച അവിടെ അവരുടെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടേ ഒന്ന് പഠിക്കട്ടെ. കല്യാണത്തിന് മുന്നേ അവിടെയൊക്കെ പോയി നിൽക്കാന്ന് വെച്ചാൽ മോശമല്ലേ? അല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതൊന്നും നോക്കാനില്ല. എന്തായാലും നമുക്ക് കാര്യം അറിയണം. അമ്മേ, രമ്യ വിളിച്ചിരുന്നു. രമ്യക്ക് കല്യാണത്തിന് മുന്നേ ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കണത്രേ. കല്യാണത്തിന് മുന്നെയോ? അതൊക്കെ മോശമാണ്. അതെന്തിനാത്? രമ്യക്ക് രമ്യയുടെ വീട്ടുകാർക്കും ഒരേ നിർബന്ധം, കല്യാണത്തിന് മുന്നേ രമ്യക്ക് നിങ്ങളൊക്കെ അടുത്തറിയണമെന്ന്. എന്നാലാണ് അത്ര കല്യാണം നടക്കൂ. കല്യാണത്തിന് മുന്നേ ഇതൊന്നും നാട്ടു നടപ്പല്ല. പക്ഷെ ഇത്രയായ സ്ഥിതിക്ക് ഞാനൊന്നും പറയണില്ല.
മഹേഷേ ഇങ്ങടൊന്ന് വാ, രമ്യ വന്നിട്ടുണ്ട്. രമ്യ വന്നോ? മോളെ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ആ യാത്രയൊക്കെ സുഖമായിരുന്നു, പക്ഷെ പുറത്തൊക്കെ എന്താ ചൂട്. നിന്റെ ചൂടൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. അതാരാ? ഇത് മഹേഷിന്റെ വല്യമ്മയാണ്. ഞങ്ങൾ ചേച്ചിയമ്മന്ന് വിളിക്കും. ഞാൻ മഹേഷിന്റെ വല്യമ്മയാണ്, പക്ഷെ ഞാൻ മണിക്കുട്ടിയുടെ അമ്മായിയാണ്. അല്ല, ആരെയും മണിക്കുട്ടി? അത് ചേച്ചിയമ്മയുടെ ആങ്ങളയുടെ മോളാ. ചേച്ചിയമ്മ നാളെ പോകും. നാളെ പോകണം തന്നെ വിചാരിച്ചേ, പക്ഷെ ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുള്ളൂ. എൻ്റെ മണിക്കുട്ടി വരേണ്ടതായിരുന്നു ഈ വീട്ടിലേക്ക്. മോള് ചേച്ചിയമ്മ പറയണതൊന്നും കാര്യാക്കണ്ട. രമ്യ എത്തിയോ? അയ്യേ മഹേഷേ, ആദ്യം പോയിട്ട് ഒരു മുണ്ട് കൊടുത്തുവാ. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ ഇവിടെ ഇരിക്കണത്. അമ്മയ്ക്ക് എന്താ അത്? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. മഹേഷേ, രമ്യക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്ക്. ഇന്ന് മുതൽ രമ്യ നിന്റെ റൂമിൽ കിടക്കട്ടെ. അത് കുഴപ്പമില്ലമ്മേ, ഞാൻ രമ്യന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ രമ്യയുടെ കൂടെ കിടക്കണ്ട, നീ ഹോളിൽ കിടന്നാ മതി. അയ്യടാ. അല്ല, അത് കുഴപ്പമില്ല. അമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? ഏയ് മോളെ ഒന്നും സഹായിക്കുന്നു വേണ്ട, പണിയൊക്കെ അമ്മ എടുത്തോളാം. അല്ലമ്മേ, ഇവിടെ കാറൊന്നുമില്ലേ? ഇവിടെ ഒരു കാറുണ്ടായിരുന്നു, അത് മഹേഷ് കൊടുത്തു. പുതിയൊരു സ്കോർപിയോ മഹേഷ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മഹേഷ് ചേട്ടാ, ഞാൻ കല്യാണത്തിന് ഒരു 5 ലക്ഷം രൂപയുടെ നെക്ലസ് കണ്ടുവച്ചിട്ടുണ്ട്. അതെനിക്ക് മേടിച്ചു തരാൻ പറ്റുമോ? അതിനെന്താ? 5 ലക്ഷമല്ലേ ഉള്ളൂ, അത് മഹേഷ് മേടിച്ചു തരും. മഹേഷേ, നാളെ തന്നെ പോയിട്ട് അതിനെന്താ വേണ്ടച്ചാ മേടിച്ചു കൊടുക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ അവൾക്ക് പൈസക്ക് നല്ല ആർത്തിയുണ്ടെന്ന്? നിനക്കന്നേ മഹേഷേ 2 ലക്ഷത്തിന്റെ മാലയിലെ വാങ്ങി തന്നേ, അവൾക്ക് 5 ലക്ഷത്തിന്റെ മാലയാ വാങ്ങി കൊടുക്കണേ. അത് ഞാൻ തന്നെയാ പറഞ്ഞത്, നാളെ തന്നെ മേടിച്ചു കൊടുക്കാൻ. എന്നെക്കാളും വലുതേ മഹേഷിന് അവൾ തന്നെയാണ്. ചേച്ചിയമ്മ പറയണത് ശരി തന്നെയാണോ? ഇതെന്താ രമ്യ, നല്ല ചുമയാണല്ലോ. നീ ആവിന്ന് പിടിക്കട്ടോ. അമ്മേ, ഞാനൊന്ന് ആവി പിടിക്കട്ടെ, ഭയങ്കര ജലദോഷം. എനിക്കും ഉണ്ട് ജലദോഷം. അതെയോ? എന്നാ അമ്മ ആദ്യം പിടിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. രമ്യ ആവി പിടിക്കണ്ടല്ലോ. രമ്യ അമ്മ, അമ്മ എങ്ങടക്കാതെ ഉയിരില്ല വാം. അല്ല, ഈ മഹേഷിന് ഇപ്പൊ എന്താ പറ്റി? അയ്യേ, ആകെ നാട്ട കേസായി. ഈ രമ്യ ഇവിടെ പോയി കിടക്കുക. ഞാനേ എല്ലാം കണ്ടു മഹേഷേ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ആ പാട്ട് പാടിയത്. അല്ലാതെ പിന്നെ? അതെ, രമ്യച്ച വന്നേ, അവളത്ര ശരിയൊന്നും അല്ല, അഴിഞ്ഞാട്ടക്കാരിയ. ഏയ്, അങ്ങനെയൊന്നും അല്ല. നീ സൂക്ഷിച്ചാ നടക്ക് കൊള്ളാം. എന്താ ഈ ചേച്ചിയമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഇല മുള്ളിൽ വീണാലും മുള്ള് ഇലയിൽ വീണാലും നമ്മുടെ മരത്തിനാ കേട്. ചേച്ചിയമ്മ പറഞ്ഞാലും കാര്യണ്ട്. മഹേഷ് ചേട്ടൻ വെള്ളം അടിക്കോ? ഏയ്, ഞാൻ കള്ളൊന്നും കുടിക്കില്ല, ഞാൻ അതിനൊക്കെ എതിരാണ്. അല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ വെള്ളം അടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? കുറച്ചൊക്കെ കഴിക്കാം, എനിക്ക് വിരോധമൊന്നുമില്ല. മഹേഷിന് അങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ല. കണ്ടോ, അവളെ മഹേഷിനെ കള്ളു കുടിപ്പിക്കാൻ നോക്കണ്. ഇങ്ങനെ പോയാൽ അവളെ കുടുംബം കലക്കും. എൻ്റെ മണിക്കുട്ടിക്ക് പട്ടിൻ്റെ സ്വഭാവമാണ്, മഹേഷിന് യോഗമില്ല. ഇവള് മഹേഷിന് ശരിയാവില്ല. എത്രയും പെട്ടെന്ന് രമ്യനെ ഒഴിവാക്കണം. ആ വല്യച്ഛ, മഹേഷ് ചേട്ടൻ കള്ളൊന്നും കുടിക്കില്ല. പിന്നെ ഇവിടെ സാമ്പത്തികമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ മെമ്പറേ നമ്മളോട് കള്ളം പറഞ്ഞതാ. ആ മെമ്പറിനെ എന്തായാലും ഞാനൊന്ന് കാണുന്നുണ്ട്. ശരി വല്യച്ഛ. മഹേഷെ, പോവാൻ പറ്റേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഹേഷെ, രമ്യ നിനക്ക് പറ്റിയ കുട്ടിയല്ല. ഈ കല്യാണം നമുക്ക് വേണ്ട. അമ്മയ്ക്ക് എന്താ, കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവളെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിട്ടോ.
അതൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരു സാധനം കടയിൽ നിന്ന് മേടിച്ചോട്ടെ. മെമ്പറെ, ഞാൻ രമ്യ. മഹേഷേട്ടൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണ്. ആ മനസ്സിലായി. ഞാൻ നിങ്ങളെ നോക്കി നടക്കായിരുന്നു. നിങ്ങളെ എൻ്റെ വീട്ടിൽ വന്നിട്ടേ മഹേഷേട്ടനെയും വീട്ടുകാരെയും പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞത് മഹേഷേട്ടൻ കള്ളു കുടിക്കും, അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പൈസ ഒന്നും ഇല്ല എന്നൊക്കെ? അല്ല, ഞാൻ അത് പറഞ്ഞു. സത്യം പറ, നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞത്? അമ്മായി പൈസ തരാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഏതമ്മായി? മണിക്കുട്ടിയുടെ അമ്മായി. ഇനി ഇതുപോലത്തെ ഒരു ഉഡായ്പായിട്ട് എൻ്റെ വീട്ടിൽ വന്നാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഇനി ഞാൻ വരുമൊന്നുമില്ല, അത് പോലീസിനോടൊന്നും പറയണ്ട. അപ്പൊ മണിക്കുട്ടിയുടെ അമ്മായി ആയിരുന്നല്ലോ ഇതിന്റെ ബാക്കിൽ. എനിക്ക് കണ്ടപ്പോൾ തോന്നി അവർ ശരിയല്ലാന്ന്. അമ്മേ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്ട്. ഞാനിപ്പോ തന്നെ മെമ്പറിനെ പോയി കണ്ടിട്ടാ വരുന്നത്. അതെ, ഇതിന്റെ ബാക്കില് മണിക്കുട്ടിയുടെ അമ്മായിയാണ്. സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരാഴ്ച ഇവിടെ ഒന്ന് താമസിച്ചത് തന്നെ. അയ്യോ മോളെ, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇനി ചേച്ചിയമ്മേനെ ഇവിടെ നിർത്തില്ല. എന്താ ചേച്ചിയമ്മ എൻ്റെ മഹേഷിന്റെ കല്യാണം മുടക്കാൻ നോക്കണല്ലേ? നിങ്ങളുടെ കള്ളക്കളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ചേച്ചിയമ്മ ഇവിടെ നിൽക്കാൻ പറ്റില്ല, വേഗം പൊക്കോളൂ. ഓ, ഞാൻ ഇവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല, ഞാൻ പോവുക. അതെ, ഞാൻ പോവുകയാണ്. എൻ്റെ ചക്ക എവിടെ? ഓ, അത് ആ ഫ്രിഡ്ജിലുണ്ട്. എൻ്റെ മണിക്കുട്ടി കഷ്ടപ്പെട്ട് പറിച്ചതാ, നിങ്ങളങ്ങനെ കഴിക്കണ്ട. ഇതേ കളഞ്ഞാലും വേണ്ടില്ല, അവർക്ക് കൊടുക്കില്ല. ഥു, ഥു. അപ്പൊ അമ്മേ ശരി, പറഞ്ഞ പോലെ. മഹേഷേട്ടാ, ഞാൻ ഇറങ്ങാണേ. ഓക്കെ രമ്യേ. മേലൊന്നും തൊടണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അമ്മാമൻ. അല്ല, ഇത് ഏതാ കുട്ടി? അമ്മാമ, ഇത് രമ്യ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടി. അല്ല, അപ്പൊ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് കണ്ട കുട്ടി ഏതാ? അല്ല അമ്മാമ, സംസാരമൊക്കെ പിന്നെ മതി. എന്നാ ശരി അമ്മേ, വരൂ. ആ ശരി. വാസേട്ടാ ഉള്ളിലേക്ക് വരൂ. അമ്മാമ വരൂ. നീ എന്തിനാ എന്നെ ഇങ്ങനെ തള്ളുന്നത്? ഹാവ്, തൽക്കാലം രക്ഷപ്പെട്ടു. വാസേട്ട ഇരിക്കും, ഞാൻ ചായ ഉണ്ടാക്കാം. ചായ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോകും. കോഴിക്കോട്ടെത്തണം. അല്ല, മഹേഷേട്ടൻ്റെ കൂടെ ബാംഗ്ലൂർ ഏതാ കുട്ടി? ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ട്. മെമ്പറിന്റെ സഹായം ആവശ്യമുണ്ട്. ഹലോ മെമ്പറെ, ഞാൻ രമ്യാണ്. ആ മഹേഷേട്ടൻ്റെ. ആ മനസ്സിലായി. അതെ, മെമ്പറിന് എനിക്കൊരു സഹായം വേണം. അല്ല, കുറെ കാലം അമ്മായിക്ക് വേണ്ടി ചാരപ്പണി എടുത്തല്ലേ. സഹായം എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനുള്ള ചിക്കിരി കിട്ടണം. അല്ല, പൈസ രമ്യക്ക് പ്രശ്നമല്ല. അതെ, മഹേഷേട്ടന് ഏതോ ഒരു പെണ്ണായിട്ട് ഒരു ചുറ്റിക്കളി ഉണ്ട്. അതൊന്ന് മെമ്പർ കണ്ടുപിടിച്ച് തരണം. ചുറ്റിക്കടി കണ്ടുപിടിക്കാൻ ഞാൻ വിളിക്കണ, പക്ഷെ കാശ് വേണം. ആ ഓക്കെ മെമ്പറെ, ഞാൻ വേണ്ട വിധത്തിൽ കണ്ടോളാം. ഓക്കെ, എന്നാ ശരി. കാശ് കിട്ടുകയാണെങ്കിൽ മെമ്പർ ഇതല്ല, ഇതിന്റെ അപ്പുറം ചെയ്യും. അല്ല, മണിക്കുട്ടി രമ്യ, ഇനിയൊരു മൂന്നാമത്തെ കുട്ടി ആരായിരിക്കും?